നല്ലൊരു മഴ ദിവസമാണെങ്കിൽ നമുക്കെല്ലാവർക്കും ഉള്ളൊരു കാര്യം എണീക്കാനും പുറത്തേക്ക് പോകാനും പ്രത്യേകിച്ച് ജോലിക്ക് പോകാനും നമുക്കെല്ലാവർക്കും മടിയുണ്ടാവും. ആ കൂട്ടത്തിലാണ് ഞാനും നീരജും. അപ്പോൾ ഈ ഒരു കാലാവസ്ഥ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഇതൊരു മോർണിംഗ് ആയിരിക്കുന്നു. പക്ഷേ മോർണിംഗ് അല്ല കേട്ടോ, ഈവനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഇപ്പോൾ പോണത് ടൈലറിങ് ഷോപ്പിലേക്കാണ്. നീരജയ്ക്ക് ഒരു ഡ്രസ്സ് ഷേപ്പ് ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ ഈ കടയിൽ ചെന്നപ്പോൾ അവിടുത്തെ ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ വേറെ കടയ്ക്ക് ചെന്ന് വേറെ കടയിൽ പോയപ്പോൾ നീരജയ്ക്ക് ഷേപ്പും അളവും ഒക്കെ എടുത്തായിരുന്നു. നീരജ് അങ്ങനെ ഹാപ്പി. ഞങ്ങൾ നേരെ ചെല്ലുന്നത് പഞ്ചിങ്ങേരിക്കോട്ടാണ്. ശരിക്കും ഞങ്ങൾക്ക് 2 മണി തൊട്ട് 8 മണി വരെയാണ് ഡ്യൂട്ടി. ഒരു ക്ലാസ് ഉള്ളതുകൊണ്ട് 1 മണിക്ക് എത്തി. 1 മണിക്ക് എത്തിയിട്ട് ഞങ്ങൾ പഞ്ച് ചെയ്തു. പിന്നെ ഡ്യൂട്ടി ടൈമിൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ആസ് യൂഷ്വൽ ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞതിൻ്റെ അവസാനം ഒരു സിഗ്നലാണ് തംസപ്പ്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ അമ്മേനെ വീഡിയോ കോൾ വിളിച്ച് അമ്മ അവിടുത്തെ കുറവും കുറ്റമൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാനും എൻ്റെ ഹോസ്പിറ്റലത്തെ കുറവും കുറ്റമൊക്കെ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ നീരജോടും എൻ്റെ അടുത്ത പ്ലാനായിരുന്നു ചിക്കൻ മഞ്ചൂരിയൻ വാങ്ങാം. അപ്പോൾ ഹോസ്റ്റലത്തെ ഫുഡ് ഇന്ന് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ഞങ്ങളങ്ങനെ വാങ്ങിച്ചു. അത് കഴിഞ്ഞപ്പോൾ നീരജയുടെ ഒരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് എന്തൊക്കെയോ തള്ളിമറിക്കുണ്ടായി. നീരജയുടെ മെയിൻ ഹോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിമറിക്കലാണ്. അപ്പോൾ നീരജ് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ചിക്കൻ മഞ്ചൂരിയൻ വാങ്ങാൻ പോയി. ചിക്കൻ മഞ്ചൂരിയൻ വാങ്ങിച്ചപ്പോഴാണ് തൊട്ട് ഓപ്പോസിറ്റ് ടൈലറിങ് ഷോപ്പിലേക്ക് പോയിട്ട് ഡ്രസ്സ് കൊടുത്ത കാര്യം ഓർമ്മ വന്നത്. അതാണെങ്കിൽ പൂട്ടും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ബില്ല് പേ ചെയ്ത് റൂമിലെത്തിയിട്ട് ഫുഡ് കഴിച്ചു. റൂമിലെത്തിയിട്ട് ഫുഡ് കഴിക്കാനുള്ള വികാരം അടിപൊളിയാണ്. ചോറും ചിക്കൻ കറിയും തൈരും വെളുത്തുള്ളി അച്ചാറുണ്ടെങ്കിൽ സൂപ്പറായി ഇന്നത്തെ ഫുഡ്. അങ്ങനെ അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ച് ഒരു വറ്റും പോലും ബാക്കി വയ്ക്കാണ്ട് ഞാൻ മൊത്തം ചോറ് കഴിച്ചു. അങ്ങനെ ഇന്നത്തെ പരിപാടി മൊത്തം കഴിഞ്ഞു. ഇനി നേരെ പോയിട്ട് കിടന്നുറങ്ങാം. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.